ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 44-ാമത്തെ പാർട്ടാണ്. ഇതാണ് ഞാൻ ഇത്ര നാളും പോസ്റ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പാർട്ട്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ദത്തൻ പറഞ്ഞേ നോക്കി മുറ്റത്തേക്ക് ഇറങ്ങിയതും ഉമ്മറത്തെ സ്റ്റെപ്പിലായി ഭദ്രയും ശീലവും ഇരിക്കുന്നുണ്ടായിരുന്നു. വർണ്ണ മുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലെ പൂക്കളെ കുറിച്ച് നിന്ന് ക്ലാസ് എടുക്കാണ്. ഇത് വെറും 2 ചെടിയല്ല ദത്ത, നമ്മുടെ മക്കളാ. പണ്ട് സനൂപിൻ്റെ പെങ്ങൾ വർണ്ണയുടെ ചെടികൾ നശിപ്പിച്ചപ്പോൾ അവൾ പരാതി പറഞ്ഞ് കരഞ്ഞ ദത്തന് ഓർമ്മ വന്നു. വർണ്ണ കാര്യമായ ക്ലാസ് എടുക്കലിലാണ്. ഭദ്രയും ശീലം താടിക്ക് കൈ കൊടുത്ത് അതെല്ലാം കേൾക്കുന്നുണ്ട്. ഇത്തിരി സ്ഥലം തന്ന അടിയനും കൂടി ഇരിക്കായിരുന്നു. അത് പറഞ്ഞ ദത്തൻ ഭദ്രയുടെ ശീലുവിൻ്റെ ഇടയിൽ കയറിയിരുന്നു. നിങ്ങൾ എന്തെങ്ങനെ നോക്കണേ? എന്നെന്താ ആദ്യമായിട്ട് കാണാണോ? ശീലുവിൻ്റെയും ഭദ്രയുടെയും നോട്ടം കണ്ട് ദത്തൻ ചോദിച്ചതും രണ്ടുപേരും കരച്ചിലോടെ ദത്തൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അയ്യേ, ഇതെന്താ നിങ്ങൾ കരയണേ? നിങ്ങളുടെ ഇടയിൽ കയറിയിരുന്നത് കണ്ടാണോ? എന്നാ ഞാൻ പോയേക്കാം. സയാമിസ് ഇരട്ടകൾ കരയണ്ട. അത് കേട്ടതിന് രണ്ടും കൂടെ അവനെ കൂർപ്പിച്ച് നോക്കി. സോറി ഏട്ടാ, ഞങ്ങൾ പേടിച്ചിട്ട് ഏട്ടനോട് മിണ്ടാൻ വരാതിരുന്ന്, ഭദ്ര തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും സാരല്ല, എൻ്റെ കുട്ടികൾ ആദ്യം കണ്ണുടച്ച്. ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഏട്ടൻ നിന്നാണോ ഞങ്ങൾ ഓർമ്മ വന്നേ? ശീല കണ്ണു അടച്ച് പരാതി പറഞ്ഞു. സോറി എൻ്റെ ശീല മോളെ, ഞാൻ കരുതി നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വെറുപ്പാന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ഏട്ടനെ വെറുക്കാൻ പറ്റുമോ? ചെറുപ്പം മുതൽ ഞങ്ങൾ കണ്ടു വളർന്നല്ലേ ഏട്ടനെ. ആ ഏട്ടൻ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെയുള്ള എല്ലാവരും എനിക്കെതിരായിരുന്നല്ലോ. അതൊക്കെ കണ്ടും കേട്ടും നിങ്ങൾക്ക് എന്നോട് ദേഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു. പിന്നെ ഇന്നലെ അതേ ഇവള് പറഞ്ഞപ്പോഴാ ഞാൻ നിങ്ങളുടെ സങ്കടത്തെപ്പറ്റി അറിഞ്ഞ്. അത് പറഞ്ഞ് ദത്തൻ പറഞ്ഞേ നോക്കി. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവനും ദത്തന് എന്തോ പന്തികേട് തോന്നിയിരുന്നു. അവൾ ദത്തനെ അവൻ്റെ അടുത്തിരിക്കുന്ന ശീലുവിനെയും ഭദ്രയും മാറി മാറി നോക്കി. മുഖം വെറുപ്പിച്ചാണ് നിൽപ്പ്. ഇതെന്താ നിനക്ക് പറ്റിയേ? വെളുടെ ഒരാൾ തൊണ്ട പൊട്ടിക്കണ്ട ചെടികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവിടെ സെൻറ്റി സീൻ അഭിനയിച്ചിരിക്കുക. ലോകത്ത് ഇങ്ങനെ ഒരാങ്ങളെ പെങ്ങളുമാരി ഇല്ലാത്ത പോലെ. അവൾക്ക് അസൂയാണ് ഏട്ടാ. പിന്നെ എനിക്കെന്തിനാ അസൂയ? നിങ്ങൾ അടുത്തിരിക്കുക, കെട്ടിപ്പിടിക്കുക, കരയേ ചിരിക്കുക, എന്താന്ന് വെച്ചാൽ എനിക്കെന്താ? അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം അതാണ് കാര്യം. ഏട്ടൻ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന സംസാരിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അതിന് പച്ച മലയാളത്തിൽ കുശുമ്പെന്ന് പറയും. ഭദ്ര പറഞ്ഞയുടെ മുഖം ഒന്നും കൂടെ വീർത്തു. കുശുമ്പ എനിക്കാ? പിന്നെ എനിക്ക് കുശുമ്പ് തോന്നാൻ മാത്രം എന്താ അവിടെ ഉള്ളേ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ദത്ത, നീ ഒന്നും വന്നേ, ഒരു കാര്യമുണ്ട്. ദത്തൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് കാര്യം? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശീല ചോദിച്ചു. അതൊക്കെ ഉണ്ട്, വാ ദത്ത. അവൾ വീണ്ടും ദത്തൻ്റെ കൈ പിടിച്ച് വലിച്ചു. ദത്തൻ ഇരുന്നിടത്ത് എണീക്കാൻ നിന്ന ശീലവും ഭദ്ര അതിന് സമ്മതിച്ചില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഞങ്ങൾ വിടുവോളോ? നീ കാര്യം പറ. ഭദ്ര തീർത്തു പറഞ്ഞു. അത് പിന്നെ എനിക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ട്, അതാ. നിനക്ക് അസൈൻമെൻറ്റ് എഴുതാൻ എന്തിനാ ഏട്ടൻ വരണേ? എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണം. അവൾ വീണ്ടും ദത്തൻ്റെ കൈ പിടിച്ച് വലിച്ചു. ഇത് ഇവളുടെ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം ഇല്ലാത്ത അസൈൻമെൻറ്റ് ഇവൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്നു? പറ്റില്ല പറഞ്ഞ, ഞങ്ങൾ സമ്മതിക്കില്ല. ദത്ത, നീ വരുമല്ലയോ? ഏട്ടൻ പോവോ? ഒരു ഭാഗത്ത് പറഞ്ഞയും മറുഭാഗത്ത് ശീലവും ഭദ്രയും. ദത്തൻ ആകെ പെട്ട അവസ്ഥയിലാണ്. ഒരു 5 മിനിറ്റ് നിങ്ങളിവിടെ ഇരിക്കി, ഞാൻ ഇവളുടെ കൂടെ ഇപ്പം പോയിട്ട് തിരികെ വരാട്ടാ. ദത്തൻ ഒത്തുതീർപ്പ് പോലെ പറഞ്ഞു. അപ്പം അവളെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഏട്ടന് വേണ്ട അല്ലേ? ശീലും ഭദ്ര ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, വർണ്ണ പറഞ്ഞു. അത് നീയല്ലേ ഏട്ടനാണ് പറയണ്ടേ. പിന്നെ നിന്റെ ഭർത്താവുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഏട്ടനാണിത്. അപ്പോൾ പ്രയോറിറ്റി ഞങ്ങൾക്കാ. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഭാവം കണ്ടാൽ ലോകത്ത് വേറെ ആർക്കും ഏട്ടനില്ലാത്ത പോലെയാണല്ലോ. അതിന് നിനക്ക് ഏട്ടനില്ലല്ലോ. ശീലവും വിട്ടുകൊടുത്തില്ല. അത് കേട്ടതും വർണ്ണയ്ക്ക് തിരികെ പറയാൻ ഉത്തരം ഉണ്ടായില്ല.
ഇൻസൾട്ടിങ്. എന്നെ നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലേ നിങ്ങൾ. നോക്കിക്കോ, ഇതിന് ഞാനൊരു പ്രതികാരം ചെയ്തിരിക്കും. മാത്രമല്ല, ഒരേട്ടനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തിയില്ലെങ്കിൽ ഈ വർണ്ണയുടെ പേര് നിൻ്റെ പട്ടിക്കിട്ടോ. വർണ്ണ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ പറയുമ്പോഴൊക്കെ ഓടി വരാൻ കടയിൽ എടുത്തു വെച്ചിരിക്കല്ലേ ഏട്ടന്മാരെ. പിന്നെ പട്ടിക്കൊക്കെ വർണ്ണാന്ന് പേരിടുന്ന പോറല്ലേ, അതിനും ഉണ്ടാവുമല്ലോ ഇത്തിരി നാണവും മാനമൊക്കെ. ഭദ്ര അത് പറഞ്ഞ നാവ് വായിലേക്ക് ഇട്ടതും മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്ന് ഒരുമിച്ചായിരുന്നു. നോക്കിക്കോ, ഇത് ഞാൻ പകരം ചോദിക്കും, വർണ്ണ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് ഭദ്രയും ശീലവും ഒന്ന് ഞെട്ടി. അവർ പറഞ്ഞു വർണ്ണയ്ക്ക് അത്രയും സങ്കടമായെന്ന് അവർ കരുതി. പക്ഷെ വർണ്ണയുടെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് ദത്തന് മാത്രമേ അറിയുള്ളായിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന പാർത്തി കണ്ണ് ഉമ്മറത്തെ സ്റ്റെപ്പിലിരിക്കുന്ന ദത്തനെയും ഭദ്രയും ശീലമാണ്. അവരെ മുന്നിലായി വർണ്ണ കണ്ണ് നിറച്ച് നിൽക്കുന്നുണ്ട്. അത് കണ്ട് പാർത്തി അവളുടെ അരികിലേക്ക് നടന്നു. എന്താ ഇവിടെ, കുട്ടി എന്തിനാ കരയണേ? പാർത്തി വർണ്ണയെ നോക്കി ചോദിച്ചതും അവൾ ഒന്നുകൂടെ കണ്ണു നിറച്ച് അവനെ നോക്കി. ഇവര് രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി, അതിനിവനും കൂടെ കൂട്ടുനിന്നു, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പാർത്തി ശീലുവിനെയും ഭദ്രയും ഒന്ന് തറപ്പിച്ച് നോക്കി. ഞങ്ങളോ എപ്പ? അവരിരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതെ, നിങ്ങൾ തന്നെ. എനിക്ക് ഏട്ടനില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ, കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാൻ നിൽക്കാണ് പാർത്തി. പാർത്തി എൻ്റെ ഏട്ടനാവോ? വർണ്ണ അവൻ്റെ കയ്യിൽ പിടിച്ചു ചുറ്റി ചോദിച്ചതും ദത്തൻ ഒഴിച്ച് ബാക്കി 3 പേരും ഞെട്ടി. പറയേട്ടാ, വർണ്ണ അവൻ്റെ കയ്യിൽ കുലുക്കി വീണ്ടും ചോദിച്ചതും അവൻ്റെ മുഖത്തെ ഞെട്ടൽ മാറി ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവനൊന്ന് മൂളിയതും ഭദ്രയുടെയും ശീലുവിൻ്റെയും കിളികളെല്ലാം പറന്നുപോയി. ദത്തൻ ഇപ്പോൾ ദേഷ്യക്കാരനാണെങ്കിലും പണ്ടൊക്കെ പാവമായിരുന്നു. തങ്ങളുടെ പൊട്ടത്തരങ്ങൾക്കും കുറുമ്പിനൊക്കെ കൂട്ടു നിൽക്കുന്നവനായിരുന്നു. പക്ഷെ പാർത്തി അങ്ങനെയല്ല, ഗൗരവക്കാരനാണ്. അങ്ങനെ സ്റ്റേഷനിൽ അറിയപ്പെടുന്നത് തന്നെ ചെകുത്താൻ എന്നാണ്. അവനോട് നേരെ നിന്ന് സംസാരിക്കാൻ പാർവതിക്ക് പോലും ചെറിയ ഭയമുണ്ട്. അങ്ങനെയുള്ള പാർത്തിയുടെ അടുത്ത് വർണ്ണ ഒരു കൂസലില്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ ദത്തൻ ഇതെല്ലാം മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു. വർണ്ണയുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കിയെടുത്ത ദത്തൻ അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തൻ്റെ പിടിവാശി നേടാൻ അവൾ ഏത് കുരുട്ടുബുദ്ധിയും പ്രയോഗിക്കുമെന്ന് അവൾ ദത്തൻ അറിയായിരുന്നു. കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾ എന്നെ കളിയാക്കിയിട്ട് 10 മിനിറ്റ് തികച്ചായില്ല. അപ്പോഴേക്കും കണ്ടില്ലേ ഞാൻ ഒരേട്ടനെ കണ്ടുപിടിച്ച്. വർണ്ണ എന്നാ സുമ്മാവാ. അവരെ നോക്കിയൊന്ന് പുച്ഛിച്ച ശേഷം വർണ്ണ പാർത്തിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. ഏട്ടൻ എന്തിനാ അവൾ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇളിച്ചിരിക്കണേ? ഏട്ടൻ അവളെ ചീത്ത പറയായിരുന്നില്ലേ? കണ്ടില്ലേ കയ്യും പിടിച്ചുള്ള അവളുടെ പോക്ക്? ശീല കുശുമ്പി പറഞ്ഞു. എൻ്റെ നീത്തിമാർക്കേ അസൂയ തീരില്ലാത്ത എന്തായാലും നന്നായി. ദത്തൻ അവരെ കളിയാക്കി. വർണ്ണ പാർത്തിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് വരുമ്പോൾ ദത്തൻ്റെ അമ്മ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ ഒരുമിച്ച് കണ്ട് ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോയി. ചായ എടുക്കട്ടെ പാർത്തിയേട്ടാ? വേണ്ട, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. വർണ്ണ അവൻ്റെ കയ്യിൽ പിടിവിട്ടതും പാർത്തി സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു. ശേഷം വർണ്ണയൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ ദേവൻ്റെ ശത്രുവല്ലേ? അവനെ ചതിക്കാൻ കൂട്ടുനിന്നവനല്ലേ? എന്നിട്ട് വർണ്ണ എന്തിനാ എന്നോട് ഈ അടുപ്പം കാണിക്കണേ? പാർത്തി തിരിഞ്ഞെന്ന് സംശയത്തോട് ചോദിച്ചു. അതിന് കാരണം ഒന്നേ ഉള്ളൂ, പാർത്തിയേട്ടനും ദത്തൻ്റെ ചോരയല്ലേ. ഇവിടേക്ക് വരുമ്പോൾ ദത്തൻ പറഞ്ഞത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാ, എല്ലാവരോടും ഒരകലം പാലിക്കണമെന്നാണ്. അല്ലാതെ അവൻ ആരോടും മിണ്ടരുതെന്നോ സംസാരിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ ഏട്ടനും ദത്തനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ പാർത്തിയേട്ടൻ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുള്ളൂ, അവൾ പുഞ്ചിരിയോട് പറഞ്ഞു നിർത്തി. ഇതൊക്കെ എൻ്റെ അഭിനയമാണെങ്കിലോ? നിന്നെ ചതിക്കാൻ വേണ്ടി ഞാനും കൂട്ടു നിൽക്കുന്നതാണെങ്കിലോ? ഈ കുട്ടിക്കളി കളിച്ച് നടക്കുന്നെങ്കിലും എനിക്ക് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. നല്ലതേത് ചീത്തയേതെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ ദത്തൻ കൂടെയുള്ളപ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇനി എന്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാനും പറയാനും എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് എൻ്റെ വേണിയാനും ഒരു വരവ് വരും. പാർത്തി കാണുമായിരുന്നു അവളുടെ മാറ്റം. ഇത്രയും നേരം കുട്ടിയായിരുന്നു അവൾ, ഇപ്പോൾ മെച്യൂരിറ്റിയോടെ സംസാരിക്കുന്നത്. ദത്തനിൽ അവൾക്കുള്ള വിശ്വാസം അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പാർത്തി ഒന്നും മിണ്ടാതെ വീണ്ടും സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു.
ഇത്രയും മാസ് ഡയലോഗ് പറഞ്ഞിട്ട് ഏട്ടൻ എന്തോ ഒരു മൈൻഡും ഇല്ലാതെ മിണ്ടാതെ പോകുന്നേ. പിന്നിൽ നിന്നും വർണ്ണയുടെ ശബ്ദം കേട്ട് പാർത്തിക്ക് ചിരി വന്നു. ആ ഇപ്പോഴാണ് നീ ശരിക്കും എൻ്റെ നിത്യായ, പുഞ്ചിരിയോടെ പറഞ്ഞു പാർത്തി മുകളിലേക്ക് പോയി. അവന് പിന്നാലെ പറഞ്ഞ് അവളുടെ റൂമിലേക്ക് പോയി. ഇതെല്ലാം കണ്ടു നിന്ന ഒരാൾ ദേഷ്യത്തിൽ ഫോണുമായി റൂമിലേക്ക് നടന്നു. ശേഷം ഒരാൾക്ക് കോൾ ചെയ്തു. അധികം വൈകരുത്, എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണം, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണ്. അത് പറഞ്ഞ ആ വ്യക്തി ഫോൺ കട്ട് ചെയ്തു. ദത്തൻ ശീലുവിനോടും ഭദ്രയോടും കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സ് മുഴുവൻ പറഞ്ഞായിരുന്നു. അവൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യായിരിക്കും എന്ന ചിന്തയിലാണ് അവൻ്റെ മനസ്സ്. ഞാൻ ഇപ്പം വരാട്ടാ, കുറച്ച് അത്യാവശ്യ വർക്കുകൾ ചെയ്തു തീർക്കാണ്ട്. ദത്തൻ അത് പറഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് എണീറ്റു. ഏട്ടാ, കുറച്ചു മുമ്പ് പറഞ്ഞേ ദേഷ്യം പിടിപ്പിക്കാൻ ഞങ്ങൾ അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞാട്ടോ, അവളോടോ അതൊന്നും കാര്യമാക്കല്ലെന്ന് പറയണേ, ഭദ്ര പറഞ്ഞു. അവളതൊക്കെ എപ്പോഴേ മറന്നു കാണും, കുറച്ച് അസൂയം കുശുമ്പുണ്ടെന്നുള്ളോ, ആളൊരു മണ്ടിയ, ശീലു പറഞ്ഞു. ശീലു വേണ്ടാട്ടാ, എൻ്റെ കുഞ്ഞിനെ വെറുതെ കളിയാക്കണ്ടല്ലോ. ആ, ദത്തൻ പറഞ്ഞു. ഏട്ടന് അവളെ ഒരുപാട് ഇഷ്ടമാണല്ലേ, അവൾക്കും തിരിച്ചങ്ങനെ തന്നെയാ. പക്ഷെ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല ഏട്ടാ. നമ്മുടെ അമ്മയുടെ അപ്പച്ചിയുടെ മുത്തശ്ശൻ്റെ ഒക്കെ സ്വഭാവം ഏട്ടനെ അറിയുന്നല്ലേ. അമ്മ ഇതുവരെ അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ടില്ല, ഒന്ന് സംസാരിച്ചിട്ടില്ല. അതൊന്നും സാരില്ല, എൻ്റെ കുട്ടിക്ക് ഞാനില്ലേ കൂട്ടിന്, അത് മതി. പിന്നെ അവള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിയല്ല, മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. കുറച്ചു മുമ്പത്തെ കാര്യം തന്നെ കണ്ടില്ലേ നിങ്ങൾക്കൊരു കാര്യം അറിയോ, അവൾക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവർ മരിച്ചുപോയി. പിന്നെ അവളെ വളർത്തിയത് അവളുടെ അമ്മായിയാ. അതുകൊണ്ട് ഈ വീടും വീട്ടുകാരെല്ലാം എൻ്റെ കുട്ടിക്ക് പുതിയ അനുഭവമായിരിക്കും. അവൾ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന ദിവസം അവൾക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ചെറിയമ്മ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോഴോ അവൾ ഓരോരുത്തരെയായി കറക്കിയെടുത്തത് കണ്ടില്ലേ, ദത്തൻ ചിരിയോടെ പറഞ്ഞു. ഏട്ടനെ അവൾ അങ്ങനെ കറക്കി വീഴ്ത്തിയതാണല്ലേ. ശീലു ചേച്ചി ദത്തനൊന്ന് ചിരിച്ചു. അത് പിന്നെ ചോദിക്കാനുണ്ടാ, ഏട്ടനെ പറഞ്ഞേം കൂടെ നോക്കുമ്പോൾ രണ്ടുപേരും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം പറഞ്ഞ ഏട്ടനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയതാന്ന്, ഭദ്ര പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് എവിടേക്ക് കയറിപ്പോന്നേ, പോയി 2 അക്ഷരം പഠിക്കാൻ നോക്ക്. അത് പറഞ്ഞ് ദത്തനകത്തേക്ക് പോയി. ഏട്ടൻ്റെ ആ ചമ്മിയ ചിരി നോക്കിയ ഭദ്ര അവൻ പോകും നോക്കി ശീല കളിയാക്കി. ദത്തൻ താഴെയെല്ലാം പറഞ്ഞ് അന്വേഷിച്ചെങ്കിലും അവളെ കാണാനില്ല. അതുകൊണ്ട് ദത്തൻ നേരെ റൂമിലേക്ക് നടന്നു. ചാരിയിട്ട വാതിൽ തുറന്ന് ദത്തൻ അകത്തേക്ക് കയറി. വർണ്ണ ജനലിനരികിൽ അകലേക്ക് നോക്കി നിൽക്കുകയാണ്. റൂമിൽ ഇരുട്ടാണെങ്കിലും പുറത്തു നിന്നുള്ള നിലാവെളിച്ചത്തിൽ അവളുടെ മുഖം വ്യക്തമായി ദത്തന് കാണാം. കാര്യമായ എന്തോ ആലോചനയിലാണ് കക്ഷി. ദത്തൻ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് പിന്നിൽ നിന്നും അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചു നിന്നു. വർണ്ണ ഒന്ന് അവനെ നോക്കിയ ശേഷം പുറത്തേക്ക് തന്നെ മുഖം തിരിച്ചു. എന്താ ദത്തൻ്റെ കുഞ്ഞിനെ പറ്റിയേ, മുഖത്ത് എന്തൊരു മ്ലാനത? അവളുടെ പിൻകയത്തിൽ മുഖമൊരിച്ചു കൊണ്ട് ദത്തൻ ചോദിച്ചു. ദത്ത, നമുക്ക് നാളെ മേമിനിലത്തെ ബ്രാഹ്മദത്തും ദമ്മൂതിരി ഒന്ന് കാണാൻ പോയാലോ? അതാരാ? ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു. ആരാ എന്താ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള പരിചയം എനിക്കുള്ളോ. നമുക്ക് എവിടെയെങ്കിലും അന്വേഷിക്കാം, ആരോടെങ്കിലും അന്വേഷിക്കാം. സീരിയസ് ആയി പറയുന്ന വർണ്ണയെ കണ്ട് ദത്തന് ചിരി വന്നെങ്കിലും അവനത് കടിച്ചു പൊളിച്ചു. അല്ല, എന്തിനപ്പം എൻ്റെ കുട്ടി നമ്പൂതിരിയെ കാണാൻ പോന്നേ? ബാധ ഒഴിപ്പിക്കാൻ. ബാധയാ? ഈ സിനിമയിലൊക്കെ വല്ല പ്രേതമോ ബാധയോ കയറിയ അങ്ങനെയുള്ള നമ്പൂതിരിമാരല്ലേ ഒഴിപ്പിച്ചു കൊടുക്കുക. വർണ്ണ നിഷ്കളങ്കമായി പറയുന്ന കേട്ട് ദത്തനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു. ഞാനിവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നിന്റെ മറ്റടുത്ത് ഒരു കോപ്പിൽ ചിരിയുണ്ടല്ലോ ദത്ത, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ. വർണ്ണ കലിപ്പോടെ പറഞ്ഞതും ദത്തൻ വാപ്പൊത്തി പിടിച്ചു നിന്നു. അല്ല, ആർക്കും ഇപ്പം ഇവിടെ ബാധ കയറിയത്? ദത്തൻ സംശയത്തോടെ ചോദിച്ചു. വേറെ ആർക്കാ? എനിക്ക് തന്നെ ഇന്നലെ മുതൽ എനിക്ക് എന്തൊക്കെയോ അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിനക്ക് തോന്നുന്നതാണ്, നീ നോർമലാണ്. അല്ല ദത്ത, എന്തോ കുഴപ്പമുണ്ട്. എനിക്ക് വെറുതെ ദേഷ്യം വരെ ദത്ത. നിന്നോട് ആരും അടുക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. ശീലും ഭദ്ര നിന്റെ അടുത്തിരുന്നപ്പോൾ നീ അവരെ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു.
അവള് നീ അവരുടെ മാത്രാന്ന് പറഞ്ഞ ഏട്ടനാന്ന് പറഞ്ഞപ്പോൾ അവരെ ഇടയിൽ നിന്ന് എണീപ്പിച്ച് എൻ്റെ മാത്രാന്ന് പറയാൻ തോന്നി. എനിക്ക് എന്തെങ്ങനെയൊക്കെ തോന്നണേ, അത് തെറ്റില്ലേ ദത്ത? അവര് നിന്റെ അനീതിമാരല്ലേ? അപ്പം അങ്ങനെ അവര് സ്നേഹിക്കുന്നതിന് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല. ഞാനെന്തെങ്ങനെ? എനിക്ക് പേടിയാവാ ദത്ത. ഇതുവരെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളാണ് ഇപ്പം തോന്നുന്നേ. പാടത്തുനിന്ന് തോട്ടിന്ന് ഓരോന്ന് എടുത്തോണ്ട് വന്നപ്പോൾ തന്നെ ദർശനേട്ടത്തി പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. ആരോ അതിൽ കൂടോത്രം ചെയ്തതാ. അത് ഞാൻ എടുത്തോണ്ട് വന്ന കാരണം എനിക്കിങ്ങനെയൊക്കെ. ഇതെല്ലാം കൂടെ കേട്ടതും അത്രയും നേരം അടക്കി പിടിച്ചു വെച്ചിരുന്ന എല്ലാ ചിരിയും കൂടെ പുറത്തേക്ക് വന്നിരുന്നു. അവൻ ചിരിച്ച് ചിരിച്ച് ബെഡിലേക്ക് വീണു. ചിരി ഒന്ന് നിർത്തി പറഞ്ഞ് നോക്കുമ്പോൾ അവന് വീണ്ടും ചിരി വന്നു. അത് കണ്ട് വർണ്ണ ചെവി പൊത്തിപ്പിടിച്ച് വീണ്ടും ജനലിന് പുറത്തേക്ക് നോക്കി നിന്നു. ചിരി ഒന്ന് അടങ്ങിയതും ദത്തൻ പതിയെ വർണ്ണയുടെ അരികിലേക്ക് വന്നു. അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവളുടെ മുഖം കയ്യിലെടുത്തു. എൻ്റെ കുഞ്ഞിനൊന്നുമില്ല. നിനക്ക് ഈ കുശിമ്പിൻ്റെ അസൂയയുടെ ചെറിയൊരു അസ്കിത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണത്. എൻ്റെ കുട്ടി ഒരു കാര്യം എപ്പോഴും ഓർത്തു വയ്ക്കണം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ആരൊക്കെ വന്നാലും എൻ്റെ മനസ്സിൽ അവരുടെയൊക്കെ സ്ഥാനം എൻ്റെ ദേവകുട്ടിയുടെ താഴെയായിരിക്കും. ഈ ലോകത്ത് ഇന്ന് ദേവതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. ആ സ്നേഹം നിന്നിൽ തുടങ്ങി നിന്നി തന്നെ അവസാനിക്കുള്ളൂ. അതന്നും ഇന്നും എന്നും തന്നെയായിരിക്കും. എൻ്റെ സ്നേഹത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും എക്സ്ട്രീം ലെവലിൽ ഞാൻ നിന്നോട് മാത്രമേ പ്രകടിപ്പിക്കുള്ളൂ. എൻ്റെ കുട്ടിക്ക് മനസ്സിലായോ? വർണ്ണ തലയാട്ടി. അത് കണ്ട് ദത്തൻ അവളുടെ നെറുകയിലെ ചുണ്ടുകൾ ചേർത്തു. അവിടെയല്ല ദത്ത, ഇവിടെ. അവൾ ചുണ്ടു തൊട്ടുകൊണ്ട് പറഞ്ഞു. ശേഷം അബദ്ധം പറ്റും പോലെ നാവ് കടിച്ചു. ദത്തൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. എന്നാ ഇനി ബാധ ഒഴിപ്പിക്കാൻ പോകണോ? നിർബന്ധാണ്, ഞാൻ ഒഴിപ്പിച്ചുതരാം. ദത്തൻ അവളുടെ വലിയ കടിച്ചുകൊണ്ട് പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു. പുറത്തേണ്ടി. അത് പറഞ്ഞ് അവൾ തിരിഞ്ഞ് പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ദത്തൻ അവളെ പിന്നിൽ നിന്ന് ഇറക്കിയെ പുണർന്ന് താടി അവളുടെ തോളിൽ ഊന്നി നിന്നു. ആ വർണ്ണ പെട്ടെന്ന് എരി വലിച്ചതും ദത്തൻ അവളുടെ തോളിൽ നിന്നും തല ഉയർത്തി. എന്താ? ഒന്നുമില്ല. പറ വർണ്ണ. അവൻ്റെ സ്വരം കടുത്തിരുന്നു. ഒന്നുമില്ല ദത്ത, ഞാൻ പെട്ടെന്ന് എന്തോർത്തതാ. അവൾ പുറത്തേക്ക് നോട്ടം വായിച്ചുകൊണ്ട് പറഞ്ഞു. ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. താൻ താടി ഊന്നിയ ഭാഗത്തെ തോളിലെ ഡ്രസ്സ് അല്പം നോക്കി. ഓ സോറി, ഞാൻ ഓർത്തില്ല. അവൻ അവളുടെ തോളിലെ തിണർത്ത പാടിലേക്ക് നോക്കി പറഞ്ഞു. ഒരുപാട് വേദനിച്ചോ കുഞ്ഞെ? ഞാൻ അപ്പോഴത്തെ ഒരവസ്ഥയിൽ താൻ കടിച്ച പാടിൽ ഊതിക്കൊണ്ട് ദത്തൻ പറഞ്ഞു. അവൻ വേഗം തന്നെ ചെന്ന് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. ശേഷം ഡ്രോയിൽ നിന്നും ഓയിൽമെൻ്റ് എടുത്ത് അവളുടെ അരികിലേക്ക് വന്നു. ദത്തൻ ചൂണ്ടുവിരൽ കുറച്ച് മരുന്നാക്കി അവളുടെ തോളിൽ പുരട്ടാൻ നിന്ന് വർണ്ണ അത് തടഞ്ഞു. വേണ്ട, അതങ്ങനെ കിടന്നോട്ടെ. നിനക്കെന്താ വട്ടുണ്ടാ? കൈ മാറ്റും, മരുന്ന് വെക്കട്ടെ. ചെറിയ വട്ടുണ്ട്, ഒന്ന് കൂട്ടിക്കോ. ദേവദത്തനെന്ന ഭ്രാന്ത്. അവൾ പറയുന്ന കേട്ട് ദത്തൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ കയ്യിലെ മെഡിസിൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് അവളുടെ അരികിലായി വന്നു. അവളുടെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി ദത്തൻ അവളുടെ തോളിലെ തിണർത്ത പാലിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഫോർ എവറി ഡേ ഐ മിസ് യു. ഫോർ എവറി അവർ ഐ നീഡ് യു. ഫോർ എവറി മിനിറ്റ് ഐ ഫീൽ യു. ഫോർ എവറി സെക്കൻഡ് ഐ വാണ്ട് യു. ഫോർ എവർ ഐ ലവ് യു. ദത്തൻ അവളെ ഇറുക്കെ പിണർന്നുകൊണ്ട് പറഞ്ഞു. എനിക്കിങ്ങനെയൊന്നും പറയാറിയില്ല ദത്ത, പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അവൾ നിഷ്കളങ്കതയോടെ പറയുന്ന കേട്ട് ദത്തന് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി, അതിലുപരി പ്രണയവും. ദത്തൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് വരെ അത് ആഴ്ന്നിറങ്ങിയിരുന്നു. അവളെ ചുംബിച്ച് കൊതി തീരാതെ ദത്തൻ വീണ്ടും വീണ്ടും അവളുടെ അതിരങ്ങളെ നുകർന്നെടുത്തു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും ഇരുവരും പരസ്പരം അകന്നു മാറി. രാഗിൻ്റെ കോളായിരുന്നു അത്. വേഗം താഴേക്ക് വരാൻ പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. ദത്തൻ വർണ്ണയുടെ മുഖം തൻ്റെ കൈകൊണ്ട് അമർത്തി തുടച്ചു. ശേഷം അവളുടെ കൈ പിടിച്ച് താഴേക്ക് നടന്നു. അവർ താഴെ എത്തുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വർണ്ണ നേരെ ഭദ്രയുടെയും ശീലുവിൻ്റെ ഇടയിൽ കയറിയിരുന്നു. ദത്തൻ പപ്പയുടെ അരികിലും. നാളെ മുതൽ ദേവൻ ഓഫീസിൽ വരാൻ തുടങ്ങുകയാണ്, ഒപ്പം പാർവതി ഉണ്ടാവും. പപ്പ സംസാരത്തിന് തുടക്കമിട്ടു.
ഓഫീസിൽ വരുന്നതൊക്കെ കൊള്ളാം, തകർന്നുകൊണ്ടിരിക്കുന്ന കമ്പനി ഒന്ന് പച്ച പിടിച്ച് കണ്ടാൽ മതി. ദേവൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ കാരണമാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിങ് ഞങ്ങൾ ഒരുമിച്ചാക്കിയേനെ, ചന്ദ്രശേഖരൻ പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കമ്പനി നോക്കി നടത്തിയാൽ മതി, എൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടാനോ ഉപദേശിക്കാനോ വരണ്ട, ദത്തന് മറുപടി പറഞ്ഞു. അതെ, നിന്റെ കാര്യങ്ങളിലെല്ലാം ഇടപെടാത്ത തന്നെ ഇഷ്ടത്തിന് നടത്തിയത് കൊണ്ടാണല്ലോ നീ ഇപ്പം ഈ അവസ്ഥയിലായത്. പഴയതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ചന്ദ്രശേഖരൻ വേണമെന്ന് വെച്ച് ഒരു വഴക്കിന് തുടക്കമായിരുന്നു. താൻ പറയടോ, ഞാൻ കേൾക്കട്ടെ, അതിനുള്ള ഉത്തരവ് ഞാൻ ചൂടോടെ തരാം. താൻ പറയുന്നതെല്ലാം കേട്ടോ ഒന്നും എതിർക്കാതെ നിൽക്കുന്ന പഴയ ദേവദത്തനല്ല ഞാൻ എന്ന ഓർമ്മ വേണം. നീ എന്തെന്നെ ഭീഷണിപ്പെടുത്താണോ? ആരോടെ സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? കണ്ണീ കണ്ട തെരുവ് പിള്ളേരെ കൂടെ ആയിരുന്നില്ലേ 3-4 കൊല്ലത്തെ സഹവാസം. അപ്പം അത്ര സംസ്കാരമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതേടാ, എനിക്ക് കുറച്ച് സംസ്കാരം കുറവാ. പിന്നെ നിങ്ങളെപ്പോലുള്ള മക്കളോട് സംസാരിക്കുമ്പോൾ ഇത്രയൊക്കെ നിലവാരം മതി. ദേവാ, നീ എന്താ പറഞ്ഞേ? മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞു. എടി, ഏട്ടൻ തെറിയൊക്കെ പറയോ? തൻ്റെ അടുത്തിരുന്ന പറഞ്ഞോടും ഭദ്ര ചോദിച്ചു. ഇതൊക്കെ എന്ത്? ഇതൊന്നും ഒരു തെറിയല്ല, ഇതിനും വലുത് അവൻ്റെ കയ്യിലുണ്ട്. പറയുന്ന കേട്ട് ഭദ്രയും ശീലം അന്തം വിട്ടു. അമ്മ അവനോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ചിലർ അവൻ്റെ ജീവിതത്തിൽ കാലെടുത്ത് വെച്ചതോടെ അവൻ്റെ ജീവിതം നശിച്ചു. മാലതി പറഞ്ഞേ നോക്കി പറഞ്ഞതും ദത്തൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ഇവരെ പോലുള്ള സംസ്കാരമില്ലാത്ത തെണ്ടിപ്പിള്ളേരെ കൂടെ കൂടിയ ശേഷമാണ് ദേവന്റെ സ്വഭാവം മാറിയത്. അടിയും തല്ലും വഴക്കും മദ്യപാനം ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും. ഇനി ഇവള് ഏത് തരത്തിലുള്ള പെണ്ണാന്ന് ദൈവത്തിനറിയാം. മാലതി അത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ദത്തൻ കാറ്റ് പോലെ പാഞ്ഞു വന്ന് അവരുടെ കവിളിന് കുത്തിപ്പിടിച്ചു. നിങ്ങളുടെ ഈ പുഴുത്ത നാവുകൊണ്ട് എൻ്റെ പെണ്ണിന് ഇനി വല്ലതും പറഞ്ഞോ? ദത്തൻ ദേഷ്യത്തിൽ അലറി. അപ്പോഴേക്കും ശ്രീരാഗും പാർത്തിയും കൂടെ അവനെ പിടിച്ചു മാറ്റി. പക്ഷെ ദത്തൻ അപ്പോഴും കുതറിക്കൊണ്ടിരുന്നു. കൊണ്ടില്ലേ അമ്മ ഇവന്റെ തോന്നിവാസം? ചന്ദ്രശേഖരൻ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. അച്ഛനൊന്നും മിണ്ടാതിരിക്കോ? പാർത്തി അയാളായി പറഞ്ഞു. എന്നാൽ ദത്തൻ അപ്പോഴും അടങ്ങിയിരുന്നില്ല. ദേഷ്യത്താൽ അടിമുടി ഇറക്കിയായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞ? നിനക്കൊരു കുലുക്കില്ലാതിരിക്കണേ? കൂസലില്ലാതെ പറഞ്ഞേ നോക്കി ശീലു പല്ലു കടിച്ചു. എനിക്കെന്തായിന്? എടി, നിന്റെ ഭർത്താവല്ലേ അവിടെ നിന്ന് അടി ഉണ്ടാക്കണം, ഒന്ന് പോയി പിടിച്ചു മാറ്റക്കൂടെ? ഓ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ തള്ളച്ചിക്കും തന്തയ്ക്കും 2 കിട്ടണം. ഇവരെന്തിനാ അവനെ പിടിച്ചു വച്ചിരിക്കണേ? ഒരു ഫ്ലോ അങ്ങ് പോയി. നീ എന്തോ സാധനാടി, ഭദ്ര പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ സീരിയലിലും കഥയിലൊക്കെ നായികയെ പോലെ അയ്യോ ഏട്ടാ ഒന്നും ചെയ്യല്ലേ, എന്നെ ഓർത്തെങ്കിലും അവരൊന്ന് വെറുതെ വിടൂ. വഴക്ക് വേണ്ട, ഞാൻ ഏട്ടൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം വിത്ത് കണ്ണീർ പുഴ. അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കണേ? വർണ്ണ ഭദ്രയും ശീലോനെ നോക്കി ചോദിച്ചു. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും മുഖത്തൊരു ഇച്ചിരി ടെൻഷനെങ്കിലും കാണിച്ചൂടെ? അത് കേട്ട് വർണ്ണ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തോ. ദത്തനെ തടഞ്ഞിറക്കാൻ ശ്രീരാഗും പാർത്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒപ്പം ദത്ത കുതറി മാറാനും. ഇങ്ങനെ പോയ ഇവിടെ പൊരിഞ്ഞടി നടക്കും. മിക്കവാറും അമ്മാവനെ അമ്മായി ഏട്ടൻ പഞ്ഞിക്കിടും. ഭദ്ര ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് വർണ്ണമോളുടെ പവർ കാണണോ മക്കളെ? അവരെ തോളിൽ തട്ടിക്കൊണ്ട് വർണ്ണ ചോദിച്ചു. എന്ത് പവർ? അത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി. വർണ്ണ അവരുടെ ഇടയിൽ നിന്ന് എണീറ്റ് ദത്തൻ്റെ അരികിലേക്ക് നടന്നു. ദേഷ്യത്താൽ വിറയ്ക്കുന്ന ദത്തൻ്റെ മുന്നിൽ വന്നു നിന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു. മതി ദത്ത, വിട്ടേക്ക്. ഞാൻ എന്തായെന്നും നിനക്കും നീ ആരായെന്ന് എനിക്കറിയാം. അതിന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. വർണ്ണ അവരെ നോക്കി പറഞ്ഞു. വർണ്ണയുടെ ആ ഒരു നോട്ടം മതിയായിരുന്നു അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ ഇല്ലാതാക്കാൻ. വാ. വർണ്ണ അവൻ്റെ കൈ പിടിച്ച് ഒഴിഞ്ഞ ഒരു സീറ്റിൽ വന്നിരുന്നു. ദത്തൻ്റെ ആ ഭാവം മറ്റെല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. വർണ്ണ അവൻ്റെ കയ്യിൽ തൻ്റെ കൈ കോർത്ത് പിടിച്ചിരുന്നു. കുറച്ചു നേരം ആ ഹാളിൽ ഒരു മൗനം തളം കെട്ടി നിന്നു. കുറെ കാലമായില്ലേ പാറുമോള് നൃത്തം കണ്ടിട്ട്? മോളൊന്ന് കളിക്ക്, ഞങ്ങളെല്ലാവരും ഒന്ന് കാണട്ടെ. മുത്തശ്ശി കലങ്ങി മറിഞ്ഞ എല്ലാവരുടെയും മനസ്സ് ശാന്തമാക്കാനായി പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം പാറു പൂജാമുറിയിൽ വെച്ച ചിലങ്കി എടുത്തുകൊണ്ട് വന്നു.
ശ്രീരാഗൾക്കായി പാട്ട് പ്ലേ ചെയ്തു. അവൾ നൃത്തം തുടങ്ങിയതും എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. എത്ര മനോഹരമായാണ് അവൾ കളിക്കുന്നത്. സായി പല്ലവിയുടെ ഡാൻസാണ് പാർവതി കളിച്ചത്. സ്റ്റെപ്പുകൾ അടക്കം അതേപോലെ. അത്രയ്ക്കും രസമായിരുന്നു. അതോടെ ആ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറിയിരുന്നു. ഇനി ഭദ്രശീല ഒരു പാട്ട് പാടിക്ക്, മുത്തശ്ശി പറഞ്ഞു. പഴയ ഒരു മലയാളം പാട്ട് മതി, പാർവതി അവരോട് പറഞ്ഞു. ഭദ്രശീലം മുഖത്തോട് മുഖം നോക്കി. ശേഷം കണ്ണുകൊണ്ട് എന്തോ പറഞ്ഞ് അവർ പാട്ട് പാടാൻ തുടങ്ങി. ഇന്നെങ്കിലും നിങ്ങൾ കേൾക്കാൻ കൊള്ളാവുന്നൊരു നല്ല പാട്ട് പാടിയല്ലോ. സമാധാനം അല്ലെങ്കിൽ ജാമ്പുവിൻ്റെ കാലത്ത് ഒരു പാട്ടും കൊണ്ട് വന്നോളും, ശ്രീരാഗ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ പാർവതിയുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. അവൾ പറഞ്ഞത് അനുസരിക്കാത്തതിനുള്ള ദേഷ്യം. ദർശനമോള് പാട്ടൊന്നും പാടില്ലേ? ചെറിയമ്മയാണ് അത് ചോദിച്ചത്. ഇല്ല ചെറിയമ്മ, എനിക്ക് അതൊന്നും അറിയില്ല. അവൾക്ക് ആകെ അറിയുന്നത് അവളുടെ സ്കൂളിലെ ഇത്തിരി പോന്ന പിള്ളേർക്ക് ABCD പഠിപ്പിക്കാനാണ്, പാർവതി പുച്ഛത്തോടെ പറഞ്ഞു. സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട ജോലിയല്ല. മറ്റു ജോലികളെ പോലെ അതും കഷ്ടപ്പെട്ട് പഠിച്ചതിന് വാങ്ങുന്ന ജോലിയാ. പിന്നെ ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ജോലിയൊന്നുമല്ല. ഗവൺമെൻറ് ജോലിക്കാർക്കാണ് പവർ കൂടുതൽ. പറഞ്ഞ കാര്യത്തേക്കാൾ എല്ലാവരും ഞെട്ടിയത് അത് പറഞ്ഞ ആളെ കണ്ടാണ്. ബദ്രയാണ് അത് പറഞ്ഞത്. അല്ലെങ്കിൽ ആരും ഒറ്റയടിക്ക് SLCയും +2 ഡിഗ്രി ഒന്നും എടുക്കില്ലല്ലോ. ഈ പറഞ്ഞ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ് വലിയ ക്ലാസ്സുകളിൽ എത്തണേ. അവിടുത്തെ ടീച്ചർമാർ ഈ ABCD പഠിപ്പിച്ചുകൊണ്ടാണ് ഇന്നീ നിലയിലെത്തിയതും. അതുകൊണ്ട് ഏട്ടത്തിയുടെ ജോലി അത്ര വില കുറച്ച് കാണേണ്ട കാര്യമില്ല, ബദ്രയുടെ ബാക്കിയായി ശീലവും പറഞ്ഞു നിർത്തി. ഇത്രയും കാലം സ്വന്തം ഇഷ്ടം പോലും തുറന്നു പറയാതെ 2 കുട്ടികൾ മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നുകൊണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ എന്താ കഥ? ചിലർ കാലെടുത്ത് വെച്ചില്ല. അപ്പോഴേക്കും തറവാട്ടിൽ എല്ലാവരും തമ്മി പറയാൻ തുടങ്ങി, മാലതി പറഞ്ഞു. സമയം ഒരുപാടായി, എല്ലാവരും ഭക്ഷണം കഴിച്ച് ചെന്ന് കിടക്കാൻ നോക്ക്. അടുത്ത വഴക്ക് ഒഴിവാക്കാൻ മുത്തശ്ശി പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. കുറേ നേരമായിട്ടും വർണ്ണയെ കാണാത്തതുകൊണ്ട് ദത്തൻ അവളെ അന്വേഷിച്ച് താഴേക്ക് വരുമായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന ദത്തൻ കണ്ണ് TV കാണുന്ന വർണ്ണയും ഭദ്രയും ശീലുവിനെയാണ്. വർണ്ണയാണെങ്കിൽ TV കാണുന്നതിനനുസരിച്ച് നടുക്കാൻ കടിക്കുന്നുണ്ട്. ഡി ദത്തൻ ഉറക്കി വിളിച്ചത് അവർ 3 പേരും ഞെട്ടി. അയ്യോ, ഞാനൊന്നും കണ്ടിട്ടില്ല, ഈ ശീലുവാണ്, വർണ്ണ അത് പറഞ്ഞ് മുകളിലേക്ക് ഓടി. ഞാനല്ലേ ഏട്ടാ ചാനൽ മാറ്റി പറയാതെ കണ്ടത്, അപ്പോൾ വർണ്ണയാണ് ഇത് വെക്കാൻ പറഞ്ഞേ. അവൾക്ക് പിന്നാലെ ശീലവും മുകളിലേക്ക് ഓടി. ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞതാ വർണ്ണ. ശീലവും നിർബന്ധിച്ച് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയതാ. അവളും മുകളിലേക്ക് ഓടി. ഇവിടെ ഇപ്പം എന്താണ്ടായേ? അവള് നഖം കടിച്ചത് കൊണ്ടല്ലേ ഞാൻ ഡീന്ന് വിളിച്ച്. അതിനെന്തിനെല്ലാവരും ഓടണേ? ദത്തൻ അന്തം വിട്ടു നിന്നു. പിന്നീട് TVയിലെ സോങ് കണ്ടപ്പോഴാണ് അവനും കാര്യം മനസ്സിലായത്. അവനൊരു ചിരിയോടെ TV ഓഫ് ചെയ്ത് മുകളിലേക്ക് നടന്നു. മിഴിയിൽ നിന്നും മായാനദിയിലെ പാട്ടാണ്. മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ് പോയി നമ്മൾ മെല്ലെ. പാട്ടും പാടി മുകളിലേക്ക് വന്ന ദത്തൻ ദർശനയുടെ മുറിയിൽ നിന്നും 3ന്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് നടന്നു. ഇവരെന്താ ഇവിടെ? രാഘണ്ണ ഇവിടെ? ദർശനയെ നോക്കി അവർ ചോദിച്ചു. ഇവർ ഇവിടെയാണ് നിന്ന് കിടക്കണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ശ്രീയുടെ മുറിയിലേക്ക് പോയി. അവൻ ഒന്ന് മൂളിക്കൊണ്ട് ബെഡിൽ കിടക്കുന്ന 3നെ നോക്കി. നാളെ എനിക്ക് ഓഫീസിൽ പോകണ്ടയാ, നേരത്തെ എണീക്കണം, വാതേ കുട്ടിയെ. ദത്തൻ ബെഡിൽ കിടക്കുന്ന വർണ്ണയെ കൈ നീട്ടി വിളിച്ചു. വർണ്ണ ഇന്നും ഇവിടെയാ, ഞങ്ങൾ വിടില്ല. അത് പറഞ്ഞ ഭദ്രൻ ശീലുവും കൂടെ വർണ്ണയുടെ മേലിലും കാലും കയറ്റി വെച്ചു. എൻ്റെ കൊച്ചിനെങ്ങും തന്നെ പിള്ളേരെ ഞാൻ കൊണ്ടുപോട്ടെ? ദത്തൻ അവരുടെ ഇടയിൽ നിന്ന് വർണ്ണ എടുക്കാൻ ശ്രമിച്ചു. ഇല്ല, ഏട്ടൻ പൊക്കോ, ഏട്ടൻ്റെ കൊച്ചിന്ന് ഞങ്ങളുടെ കൂടെയാ, ശീലു പറഞ്ഞു. ആണോ കുഞ്ഞെ? ദത്തൻ വർണ്ണയെ നോക്കി. അവൾ അതേ എന്ന രീതിയിലും അല്ല എന്ന രീതിയിലും തലയാട്ടി. എന്നാ ശരി, ഇവിടെ കിടന്നു, ഞാൻ പോവാ. ഞാൻ ഡോറ് ലോക്ക് ചെയ്യും രാത്രി, അതുകൊണ്ട് അവിടേക്ക് വരാൻ നിൽക്കണ്ട, ഇവിടെ കിടന്നാൽ മതി കേട്ടാ. അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. പ്രതീക്ഷ പോലെ പിന്നെയൊന്നും വർണ്ണയുടെ വിളിയെത്തി. ദത്ത, ഞാനും. അത് കേട്ട് അവൻ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ തിരിഞ്ഞു നോക്കി.
നമുക്ക് പിന്നെ ഒരു ദിവസം ഒരുമിച്ച് കിടക്കാട്ടാ. അത് പറഞ്ഞ് എണീറ്റ് ബെഡിൽ നിന്നും വെപ്രാളപ്പെട്ട് താഴേക്ക് ഇറങ്ങി. ഒന്ന് പതിയെ പോ പെണ്ണെ, ദേവണ്ണ എവിടെയും പോവില്ല. അവളുടെ തിരക്ക് കണ്ട് ഭദ്രയും കളിയാക്കി. അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ദത്തൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവൾ ചുറ്റും ഒന്ന് നോക്കി ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവൻ്റെ കയ്യിലെ പിടിവിട്ട് അവൻ്റെ പുറത്തേക്ക് ചാടി കയറി. ഒന്ന് പതിയെ കുഞ്ഞേ, എന്നെ കൊല്ലോ നീ. പുറത്ത് കയറി പറഞ്ഞ് താങ്ങി പിടിച്ച് ദത്തൻ മുറിയിലേക്ക് നടന്നു. അവളെ ബെഡിലിരുത്തിയ ശേഷം ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്ന് കിടന്നു. ഞാനിന്ന് അവിടെ അവരുടെ കൂടെ കിടന്ന നിനക്ക് സങ്കടമാവുമായിരുന്നു ദത്ത? പറഞ്ഞ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ പിന്നെ നിന്നെ ഞാൻ ഈ റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചേനെ. പിന്നെ അത് നീ വെറുതെ പറയാ. ഞാൻ കൂടെയില്ലാതെ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അവൾ പെട്ടെന്ന് തോർത്ത പോലെ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. എന്താടി? അത് കണ്ട് ദത്തൻ ചോദിച്ചു. വർണ്ണ മറുപടി പറയാതെ ദത്തൻ്റെ ടീഷർട്ടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. മലന്ന് കിടന്ന ദത്തൻ്റെ മേലായി അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് വർണ്ണ കിടന്നു. എന്നെ നീ വെറുതെ പരീക്ഷിക്കല്ല ദേവു, എൻ്റെ കാര്യം എനിക്കറിയുള്ളൂ, ദത്തൻ ദയനീയമായി പറഞ്ഞു. ഒന്നുമില്ല ദത്ത, ഇന്ന് ഞാൻ ഡിയർ കമ്രേഡിലെ മധുപോലെ പെയ്ത മഴയിലെ സോങ് കണ്ടു. അതിൽ ബോബിയുടെ ഷർട്ടിനുള്ളിൽ ലില്ലി ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പം തുടങ്ങിയ ആഗ്രഹ. അവൻ്റെ കവളിൽ ചേർത്ത് വർണ്ണ പറഞ്ഞു. മായ നദിയിലെ സോങ് നീ മുഴുവനായി കാണാഞ്ഞത് എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. നീ എന്തെങ്കിലും പറഞ്ഞോ ദത്ത? വർണ്ണ തല ഉയർത്തി അവനെ നോക്കി. ഇല്ല, എൻ്റെ കുട്ടി ഉറങ്ങിക്കോ. ദത്തൻ അവളെ ഇരുകൈകൾ കൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു. ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് ദത്തൻ നേരത്തെ തന്നെ എണീറ്റു. വർണ്ണ തൻ്റെ നെഞ്ചിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അവളുടെ ശ്വാസം നിശ്വാസം അവൻ്റെ നെഞ്ചിൽ തട്ടുന്നുണ്ട്. ദത്തൻ അവളെ ബെഡിലേക്ക് ചെരിച്ച് കിടത്തി. അവൾ തൻ്റെ ടീഷർട്ടിനുള്ളിലായതിനാൽ ദത്തൻ പതിയെ അവളെ കുറച്ച് ഉയർത്തിപ്പിടിച്ച് തൻ്റെ ടീഷർട്ട് ഊരിയെടുത്തു. ശേഷം വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ദത്തൻ കുളിച്ചുറങ്ങുമ്പോഴും വർണ്ണ നല്ല ഉറക്കത്തിലാണ്. അവൻ കബോർഡ് തുറന്ന് ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ ജീൻസും എടുത്തിട്ടു. ഫുൾ സ്ലീവ് നല്ല ഭംഗിയിൽ മടക്കി വെച്ചു. മുടി ജെല്ല് തേച്ച് സെറ്റ് ചെയ്തു. രാവിലെ വെട്ടിയൊതുക്കിയ താടി ഒന്നുകൂടെ നല്ല ഭംഗിയിലാക്കി. ഇടത് കയ്യിൽ വാച്ച് കെട്ടി. ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ലാപ്ടോപ്പും പപ്പ ഇന്നലെ തന്ന 1-2 ഫയലും എടുത്ത് ടേബിളിൽ വെച്ചു. ശേഷം പുഞ്ചിരിയോടെ അവൻ ബെഡിൽ വന്നിരുന്നു. ഉറങ്ങുന്ന വർണ്ണയുടെ ചുണ്ടിലായി അവൻ പതിയെ ഉമ്മവച്ചും വർണ്ണ പതിയെ കണ്ണ് ചിമ്മി തുറന്നു. അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം അവളൊന്ന് ആഞ്ഞു ശ്വസിച്ചു. കണ്ണ് ചിമ്മി തുറന്ന വർണ്ണ മുന്നിലിരിക്കുന്ന ദത്തനെ കണ്ട് ശരിക്കും ഞെട്ടി. കാട് പോലെ വളർന്ന താടിയെല്ലാം നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കിയ ഒരു പെർഫെക്റ്റ് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ദത്തൻ. അവനെ കണ്ടതും വർണ്ണ അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തു. എന്ത് രസാ ദത്ത നിന്നെ കാണാൻ. അവൾ വീണ്ടും അവൻ്റെ മറുകവളിൽ ഉമ്മ കൊടുത്തു. എൻ്റെ കുട്ടി കിടന്നോ, എനിക്ക് ഇറങ്ങാൻ സമയമായി. അവൻ വാച്ച് നോക്കി പറഞ്ഞു. താഴെ വരാൻ ഞാനും വരാം. അത് പറഞ്ഞ് അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദത്തൻ ഒരിക്കൽ കൂടെ അവളെ ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. ശേഷം താഴേക്ക് നടന്നു. താഴെ ദത്തനെക്കാട്ട് പാർവതി ഇരിക്കുന്നുണ്ടായിരുന്നു. ദത്തൻ്റെ കൈ പിടിച്ച് വരുന്ന വർണ്ണയെ കണ്ട് അവൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും അവൾ പുറത്ത് കാണിച്ചില്ല. ബ്ലാക്ക് കളർ സാരിയിൽ പാർവതി ഒരുപാട് സുന്ദരിയായിരുന്നു എന്ന് വർണ്ണയ്ക്ക് തോന്നി. അവൾ പാർവതിയെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ പാർവതിയുടെ നോട്ടം മൊത്തം ദത്തൻ്റെ മേലായിരുന്നു. പോവാം. പാർവതിയെ നോക്കുപോലും ചെയ്യാതെ ദത്തൻ മുറ്റത്തേക്ക് ഇറങ്ങി. കാറിൽ ഡ്രൈവർ വരെ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിലെ ലാപ്പും ഫയലും ബാക്ക് സീറ്റിൽ വെച്ച് ദത്തൻ വർണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. നല്ല കുട്ടിയായിരിക്കണം, കുരുത്തക്കേടൊന്നും കാണിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഫോണിൽ വിളിക്കണം. ഞാൻ വൈകുന്നേരം തിരികെ വരാം കുഞ്ഞെ. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചൊന്ന് ഹഗ് ചെയ്ത് ദത്തൻ കോർ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നു. പിന്നിൽ കുറേ ഫയലുമായി വന്ന പാർവതി ബാക്ക് സീറ്റിൽ കയറിയതും കാർ ഡ്രൈവർ മുന്നോട്ടെടുത്തു. കാറ് ഗേറ്റ് കടന്നു പോയതും വർണ്ണ തിരികെ റൂമിലേക്ക് വന്നു. ഡോറ് ചാരിയിട്ട് ബെഡിലേക്ക് കിടന്നു. വേഗം തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ക്ഷീണിച്ചു മക്കളെ. ബൈ, താങ്ക് യു.